ഹായ് ഹലോ. ഞാനിന്നൊരു നാടൻ രീതിയിലൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിനു വേണ്ടി ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് അരമുറി ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നല്ല പോലെ ഒന്ന് കൈവച്ച് മിക്സാക്കി അതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചു. 10 മിനിറ്റിന് ശേഷം ഒന്ന് തീ കത്തിച്ച് ഒരു കടായി വെച്ച് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം നമ്മൾ മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഓരോ പീസായിട്ട് ഇതുപോലെ ആ വെളിച്ചെണ്ണേൻ്റെ അകത്തേക്ക് നിരത്തി വെക്കുക. ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ ചിക്കൻ മൊത്തം അതിൻ്റെ അകത്ത് പാത്രത്തിൽ കൊള്ളുന്ന അത്രയും നിരത്തി വെച്ചിട്ടാകുമ്പോൾ ഒന്ന് സിമ്മിലാക്കുക. തീം സിമ്മിലാക്കിയിട്ട് ചെറിയ തീയിലൊന്ന് ചിക്കൻ്റെ ഒരു സൈഡ് വേവിച്ചെടുക്കുക. ഒരു സൈഡ് വെന്തു എന്ന് തോന്നിയിട്ടാകുമ്പോൾ തിരിച്ച് വെച്ച് മറ്റേ ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പൂണിനെ കൊണ്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ വേവ് വേണ്ടു, അല്ലാണ്ട് കൂടുതൽ ഫ്രൈ ആയി പോകണ്ട. അങ്ങനെ വെന്ത ചിക്കൻ നമുക്ക് എണ്ണേൻ്റെ അകത്തുനിന്നൊന്നും നല്ലപോലെ ഇളക്കി മിക്സാക്കിയ ശേഷം എണ്ണയില്ലാണ്ട് ഒരു പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റി വെക്കുക. അപ്പോൾ എണ്ണയില്ലാണ്ട് ഇതുപോലെ ചിക്കൻ കോരി മാറ്റി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അതേ എണ്ണ തന്നെ ഒന്നും കൂടെ ഉപയോഗിക്കാം. ആ എണ്ണേൻ്റെ അകത്ത് കറിവേപ്പിലയും കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം ഒന്ന് ഇളക്കുക. അതായത് കൂടുതൽ സമയം വേണ്ട, കുറച്ചൊരു 5-6 പ്രാവശ്യം ഇളക്കിയ പാട് അതിൻ്റെ അകത്ത് സവാള ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇടാം. സവാള മുറിച്ചതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ സവാള വഴന്ന് വരുന്നതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുക. ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ടിട്ട് സവാള ഒന്നും കൂടെ വഴറ്റിയെടുത്ത ശേഷം കുറച്ച് സവാള വഴന്നിട്ടാകുമ്പം തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. തക്കാളിയും കുറച്ചൊന്ന് സോഫ്റ്റായി തോന്നുമ്പോൾ തക്കാളിയും സവാളയും കൂടെ കുറച്ചും കൂടെ വഴന്ന് വന്നതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ മസാലയ്ക്ക് വേണ്ടുന്നത് ഇട്ടു. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണ്. ഇതിന് വേണ്ടുന്നത് ഇട്ട് ഒന്ന് പച്ചമണം മാറിയ ശേഷം എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്ന് നല്ലപോലെ മിക്സാക്കി മസാല നല്ലപോലെ മസാലക്കൂട്ടൊന്ന് ഇളക്കി ജോയിൻ്റ് ആക്കുക. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ഒഴിവാക്കി മസാല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയ ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് ചെയ്യുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചിക്കനിൽ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടുന്നത് മാത്രം കുറച്ചൊരു 1/2 സ്പൂണ് മാത്രമേ ഇടണ്ടൂ. അതും അതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം പോയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അതേപോലെ നമുക്ക് ഒന്നും കൂടി ഇടാനുണ്ട്. അതായത് അതേപോലെ സെൻറ്റർ ഒഴിവാക്കി നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ച് അതിൻ്റെ അകത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കുറച്ചൊന്ന് ഇളക്കിയ ശേഷം 2-3 പ്രാവശ്യം ഇളക്കിയ ശേഷം എല്ലാ മസാലയും കൂടെ ഒന്നിച്ച് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കുമ്പോഴത്തേന് ഇത്രയും സമയം കൊണ്ട് നമ്മളെ മസാല നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നല്ലപോലെ വഴന്ന് വന്ന മസാലയ്ക്ക് അതിന് ചേർക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കുക. നമ്മളെ മസാലയും ചിക്കനും കൂടെ ഫുള്ളായിട്ട് നല്ല മിക്സ് ആകുന്നവരെ നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി മസാലയും ചിക്കനും നമുക്ക് മിക്സായി എന്ന് തോന്നുന്നവരെ നല്ലപോലെ ഇളക്കി വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ചിക്കൻ പെരട്ട് റെഡിയായി. ഇതുപോലെ നല്ലപോലെ ഇളക്കി പാത്രത്തിൽ നിന്ന് വാങ്ങി വെച്ചാൽ നമ്മളെ ചിക്കൻ പെരട്ട് റെഡിയായി. ഓക്കെ, മസാലയും ചിക്കനും നല്ലപോലെ മിക്സ് ആവണം എന്നുള്ളൊരു കാര്യം ലാസ്റ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ ചിക്കൻ റെഡി. ഓക്കേ.